പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഡെൽറ്റ പ്രൊജക്ട് കൈവിട്ടു പോയതിനെ തുടർന്ന് എന്ത് ചെയ്യണമെന്ന ചോദ്യം ബാക്കിയാവുകയാണ്. മാത്രവുമല്ല, ഈ തോൽവി അംഗീകരിക്കാൻ തനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പിച്ചു പറയുന്ന ബലരാമൻ ഇതേ തുടർന്ന് തിരിച്ചടികൾ ഇനി അലിയ ഗ്രൂപ്പിനെ തേടിയെത്തും എന്നുള്ള കാര്യം ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ്. ഇതോടെ സുമിത്ര ഡെൽറ്റ ഗ്രൂപ്പിന്റെ പ്രൊജക്റ്റ് അവർക്ക് ലഭിച്ചതിനെ തുടർന്ന് ഇപ്പോൾ വളരെയധികം സന്തോഷത്തിലായിരിക്കും അവർ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി എന്താണ് ചെയ്യുക എന്നുള്ള കാര്യം പോലും അവർക്ക് അറിയില്ല. അതെ, അത് ശരി തന്നെയാണ് അമ്മേ. ഇപ്പോൾ അവിടെ വളരെ വലിയ ആഘോഷങ്ങളാണ് നടക്കുന്നത് എന്നുള്ള കാര്യം എനിക്കറിയാം. അവർ ഇപ്പോൾ ആഘോഷിക്കട്ടെ. അതിന് പകരം നമുക്ക് തിരിച്ചടി കൊടുക്കാവുന്നതാണ്. പക്ഷേ അതിനുള്ള സമയം ഇപ്പോഴല്ല. നമ്മൾ പ്ലാനിങ്ങുകൾ അവരറിയാതെ ചെയ്യണം. എന്നിട്ട് വേണം ഈ തിരിച്ചടി കൊടുക്കാൻ. അപ്രതീക്ഷിതമായ തിരിച്ചടിയിൽ വീണു പോകും അവർ. എങ്ങനെയാണ് രക്ഷപ്പെടേണ്ടത് എന്ന് മനസ്സിലാകാതെ ഈ കാര്യം കേൾക്കുന്ന സുമിത്ര അങ്ങനെ തന്നെ വേണം. എന്നാൽ മാത്രമേ ബലരാമനും കൂട്ടരും തകരുകയുള്ളൂ. നീ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക. ഞാൻ കൃപയെ ഉന്നം വെച്ച് തന്നെയാണ് കാര്യങ്ങൾ നീക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന ബലരാമൻ ഇതേ തുടർന്ന് കൃപയെ എങ്ങനെയാണ് നേരിടേണ്ടത് എന്നുള്ള കാര്യം എനിക്ക് കൃത്യമായി അറിയാമെന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. ഇത് കേട്ടതിനെ തുടർന്ന് എന്തിനും ഏതിനും ഞങ്ങൾ ഉണ്ടാകും കൂടെ എന്നുള്ള കാര്യം അറിയിച്ചുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് മിത്ര. മാത്രവുമല്ല, അയാളുടെ പതനം ഞങ്ങൾക്ക് കൃത്യമായി കാണണം എന്ന് പറയുകയും ചെയ്യുന്നു. ഇതോടെ ബലരാമൻ തൻ്റെ പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോകാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ്. കൃപയെ പരിചയപ്പെടണം എന്നുള്ള കാര്യം ഇതേ തുടർന്ന് ഉറപ്പിക്കുകയും ചെയ്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ബലരാമൻ ചെയ്യുന്നത്. മാത്രവുമല്ല, കൃപയ്ക്ക് നേരെ എന്തെങ്കിലും ആക്രമണമോ അല്ലാതെ മറ്റെന്തെങ്കിലുമോ നടക്കുകയാണ് എങ്കിൽ അവർക്ക് അത് സഹിക്കാൻ സാധിക്കുകയില്ല. കാരണം അത്രയധികം അവർ അവളെ ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് തന്നെ ആദ്യം പ്രഹരം തുടങ്ങണം. ഇനി കളികൾ മാറും എന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് ബലരാമൻ. എന്നാൽ ഇതേ സമയം കൺമണിയാകട്ടെ റിസൈൻ ചെയ്യുന്നതിന്റെ കാര്യങ്ങൾ പറയാൻ പോകുമ്പോഴാണ് കൃഷ് എടുത്ത് കൺമണിയെ ഉയർത്തുന്നത്. ഇതോടെ കൺമണിയാകെ ഞെട്ടിപ്പോവുകയാണ്. മാത്രവുമല്ല, തന്റെ സന്തോഷം ഇതേ തുടർന്ന് കൺമണിയോട് വ്യക്തമാക്കുകയും കൺമണി ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ പ്രൊജക്റ്റ് ഇങ്ങനെ നടന്നത് എന്ന് തുറന്നു പറയുകയും ചെയ്യുന്നു. ഇതോടെ ഇനി എങ്ങനെയാണ് ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറയേണ്ടത് എന്നറിയാതെ ആകെ പകച്ചു പോവുകയാണ് ഇപ്പോൾ കൃഷിനോട് കൺമണി. എന്നാൽ ഇതിനിടയിലാണ് മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത്. അത് മറ്റൊന്നുമല്ല, ഈ ഫോട്ടോയും അതുപോലെ തന്നെ വീഡിയോയുമെല്ലാം കാണാനിടയായിരിക്കുകയാണ് മാനസ. ബാംഗ്ലൂരിലിരുന്ന് ഇതെല്ലാം കാണുന്ന മാനസ ഒരു നിമിഷത്തേക്ക് ഞെട്ടിപ്പോകുന്നു. കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകുന്നുണ്ടോ എന്നുള്ള തോന്നൽ ഇതേ തുടർന്ന് മനസ്സിലേക്ക് കടന്ന് വരികയാണ് മാനസയുടെ. തന്നെ കൺമണി ചതിക്കുന്നുണ്ടോ എന്ന് മാനസ മനസ്സിൽ ആലോചിക്കുകയും ചെയ്യുന്നു. എന്തൊക്കെയായാലും അവളെ വിളിച്ചൊന്ന് സംസാരിക്കണം. എന്നാൽ മാത്രമാണ് കാര്യങ്ങളുടെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ തനിക്ക് സാധിക്കുകയുള്ളൂ എന്നും, അല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം കൈവിട്ട് പോകും എന്നുള്ള കാര്യം ഉറപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ പ്ലാനിങ്ങുകൾ ആവശ്യമുള്ള സമയമാണ് ഇത്. എടുത്തു ചാടി ഓരോന്ന് കാണിക്കരുത് എന്നും ഉറപ്പിച്ചുകൊണ്ട് ഇതേ തുടർന്ന് കൺമണിയെ ഫോൺ ചെയ്യാൻ തീരുമാനം എടുക്കുകയും ചെയ്യുന്നു. പക്ഷേ കൃഷാണെങ്കിൽ വളരെയധികം സന്തോഷത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്.
കൃഷിന്റെ നേതൃത്വത്തിലുള്ള ആദ്യ വിജയമാണ് ഇതെന്ന് പറയുന്ന സാഗർ ഇതുപോലുള്ള ഒരുപാട് വിജയങ്ങൾ കൃഷിന് ഉണ്ടാകട്ടെ എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇത് കേട്ടതിനെ തുടർന്ന് കൃഷ് ഇതിനെല്ലാം കാരണം കൺമണി തന്നെയാണ് എന്ന് പറയുകയും കൺമണി ഉണ്ടായിരുന്നില്ല എങ്കിൽ കാര്യങ്ങളൊന്നും ഇതുപോലെ നടക്കുമായിരുന്നില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഇതൊക്കെ കേട്ടതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാത്ത അവസ്ഥയിലായിരിക്കുകയാണ് കൺമണി. മാത്രവുമല്ല, ഇനി എങ്ങനെയാണ് മാനസ മേഡത്തിന്റെ ചതിയെ പറ്റി അറിയിക്കുക എന്ന് ആലോചിക്കുകയും ചെയ്യുന്നു. കാര്യങ്ങൾ അത്ര ഈസിയല്ല വിചാരിച്ചതുപോലെ. പക്ഷേ കൃഷ് സാറിനെ ചതിക്കാൻ തനിക്ക് സാധിക്കുകയില്ല. എല്ലാ കാര്യവും കൃഷ് സാറിനോട് തുറന്നു പറയേണ്ടത് അത്യാവശ്യം തന്നെയാണ്. കൃഷ് സാർ സത്യങ്ങൾ അറിയണം, ചതിയിൽ നിന്ന് രക്ഷപ്പെടണം. ഞാൻ കാരണം കൃഷ് സാറിന്റെ ജീവിതം തകരരുത് എന്നുള്ള കാര്യവും ഉറപ്പിച്ചുകൊണ്ട് കൺമണിയും മുന്നോട്ട് പോകുമ്പോഴാണ് അപ്രതീക്ഷിതമായ ആ ദുരന്ത വാർത്ത തേടിയെത്തുന്നത്. അവരുടെയെല്ലാം സന്തോഷം തകർത്തുകൊണ്ട് കൃപയ്ക്ക് അപകടമുണ്ടായ വാർത്ത വന്നെത്തുകയാണ്. ഇതോടെ സാഗറും അതുപോലെ തന്നെ സുജിയും മാത്രവുമല്ല കൃഷും മാനസികമായി തകർന്നു പോകുന്നു. അപ്രതീക്ഷിതമായ ഈ തിരിച്ചടി അറിഞ്ഞതിനെ തുടർന്ന് കൺമണിയും എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ആകെ പകച്ചു പോയിരിക്കുകയാണ്. ഒരിക്കലും കൃപയ്ക്ക് ഇങ്ങനെയൊരു ദുരന്തം സംഭവിക്കുമെന്ന് അവർ വിചാരിച്ചിരുന്നില്ല. ഇതോടെ കൃപയ്ക്ക് നേരെ ആരാണ് ഇങ്ങനെ ചെയ്തത് എന്ന് കണ്ടെത്തി ഞാൻ അയാളെ കൊല്ലുക തന്നെ ചെയ്യും എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ് കൃഷ്. പക്ഷേ കൃഷിനോട് എടുത്തുചാടി ഒന്നും ചെയ്യരുത് എന്നുള്ള നിർദ്ദേശം നൽകുന്ന സാഗർ കാര്യങ്ങളെല്ലാം നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാം എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.